ഹായ്, ഇന്നത്തെ ഒരു ബ്യൂട്ടി വ്ലോഗ് അല്ല, ഇന്ന് ഒരു വെറൈറ്റി വ്ലോഗാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു വ്ലോഗാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ റംസാൻ വ്രതാരംഭമൊക്കെ തുടങ്ങി. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഇന്ന് 3 ദിവസമായിട്ട് ഞാനും നോമ്പെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട്, ഇതിപ്പോൾ 9-ാമത്തെ വർഷമാണ് നോമ്പെടുക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് എല്ലാ ദിവസവും നോമ്പെടുക്കും. കുറച്ച് ദിവസം നമുക്ക് എടുക്കാൻ പറ്റാണ്ടാവുമല്ലോ, ആ ദിവസം സ്കിപ്പാവുന്നതല്ലാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പെടുക്കും. രാവിലെ 4:45 എണീക്കും. കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ച് വ്രതം ആരംഭിച്ചു. പിന്നെ നമ്മൾ വാങ്ങി കൊടുക്കുന്ന സമയത്ത് വ്രതം മുറിക്കും. അപ്പം അതിൻ്റെ ഒരു റൊട്ടീനാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സമയത്താണ് ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാറ്. ഭയങ്കര ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല ഞാൻ, എന്നാലും പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ ആ വ്ലോഗ് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കാം. അധികം ഈ എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്ന് വിചാരിച്ച് തീരെ ഉണ്ടാക്കാറില്ല എന്നല്ല, വല്ലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം എണ്ണയിൽ പൊരിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് പാവ് ബജി കഴിക്കണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് 3-ാമത്തെ ദിവസം നോമ്പിന് അതുണ്ടാക്കാം. അപ്പം അതിൻ്റെ റെസിപ്പി എൻ്റെ ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിച്ചണിലേക്ക് ഇനി പോവാം. അപ്പം വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഇത് ക്യാപ്സിക്കം, ഇത് എന്താ പറയുക ബീൻസ്, ഇത് നമ്മുടെ പൊട്ടാറ്റോ, ഇത് ബീട്രൂട്ട്. കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ പാവ് ബജിയിൽ ബീട്രൂട്ട് യൂസ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബീട്രൂട്ട് എടുത്തത്. നേരെ നമുക്കിതിനെയൊക്കെ എടുത്തൊന്ന് കുക്കറിലേക്ക് തട്ടാം. ഞാനിപ്പോൾ ഇതിൽ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഞാനൊന്ന് തട്ടിക്കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, നമ്മുടെ ബീട്രൂട്ട് ഉണ്ട്. ഇത് പാവ് ബജി മസാലയാണ്. അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറിൽ അത് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്കതിൻ്റെ വേറൊരു മസാല കൂടി ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടർ, ഇങ്ങനത്തെ പാക്കറ്റിൽ കിട്ടുന്നതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അത് നമുക്ക് ഒരെണ്ണം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ റിഫൈൻഡ് ഓയിൽ കൂടി ഒഴിച്ചെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇത് ചെറിയ 2 സവാളയാണ്. വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കും. കല്ലിലിട്ട് നന്നായിട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി നമുക്ക് ഇതിൽ ശകലം ഒരു മുളക് പൊടി ശകലം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നിറച്ച് 1.5 സ്പൂൺ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇത് പാവ് ബജി മസാലയാണ് ഞാനിപ്പോൾ ഇട്ടത്.
ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് വീണ്ടും ഉടയണം. നമ്മുടെ ഇവിടെ എന്താ ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഉടയാനുണ്ട്. ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. നമ്മുടെ പാവ് ബജി മസാല, അതിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അത് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബണ്ണൊന്ന് ചൂടാക്കാം. അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ബ്രെഡല്ല, ബണ്ണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ ബട്ടറിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവണം, ചൂടാവണം. പാവ് ബജിക്ക് കഴിക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവ് ബജി മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് സവാള സ്ലൈസ് ചെയ്തതും ഒരു പീസ് ലെമണും വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതിൽ സ്ക്യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് നോമ്പ് തുറക്കുമ്പം കഴിക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ. അങ്ങനെ ബാങ്ക് കൊടുത്തു, നോമ്പ് മുറിക്കാൻ പോവാണ്. ഇതുപോലത്തെ നല്ല നല്ല ഡിഷസുമായിട്ട് പറ്റുമെങ്കിൽ നാളെ വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.